ഈ പരീക്ഷണങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? 3 കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. പറഞ്ഞുതരട്ടെ, 3 കാര്യം. ഇൻഷാ അല്ലാഹ് അത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനമാകും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഏത് പരീക്ഷണങ്ങളും മാറാൻ അള്ളാഹുടെ കയ്യിൽ മരുന്നുണ്ട്. അതാണ് ഒരു മരുന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു മരുന്ന് ഇപ്പൊ പറഞ്ഞുതരാം, ചെയ്യുമോ? ഇപ്പൊ നിങ്ങളോട് പറയാം ഹാർട്ടിന്റെ ബ്ലോക്ക് മാറാൻ ഒരൊറ്റമൂലിയുണ്ട്, അപ്പൊ ഓടും നമ്മൾ. പണ്ട് കമ്പത്തരം അക്യൂപഞ്ചർ ചികിത്സ ഇപ്പോഴുണ്ടോ? എന്തുമാത്രം ആളുകൾ അങ്ങോട്ട് പോയത്. ഇവിടെ പിടിച്ചു ഞെക്കി അതോടുകൂടി സർവ്വതും തീരും. ലേക്ഷോറിൽ പോയി 30 ലക്ഷം കൊടുത്ത് മരുന്ന് കൊടുത്താലും തീരൂല്ല. കമ്പത്ത് പോയി മഹാനവറുകൾ ഇങ്ങനെ ഞെക്കിയ തീരുമെന്നും പറഞ്ഞു ഓരോരുത്തെടുത്ത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വലിയ മണ്ടന്മാരാണ്. ഒരൊറ്റമൂലി കണ്ടാ ഓടുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. ഈ എളുപ്പത്തിൽ മീൻ പിടിക്കാന്നുള്ള നമ്മുടെ ഒരു ശൈലിയാണ്. യഥാർത്ഥത്തിൽ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ച മഹാന്മാരാണ്. ഇന്ന് വരെ ആരെയും കഷണ്ടി മാറിയിട്ടുണ്ട്? കേരളത്തിൽ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ച് വിപ്ലവം സൃഷ്ടിച്ചാൽ ലോകത്തിൽ 1-ാം നമ്പർ കഷണ്ടിയാണ്. അങ്ങനെയില്ല. കേരളത്തിൽ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ച ആൾ, അത്രയും കഷണ്ടിയുള്ള ഒരാൾ പറയും. ഞാനിരിക്കും അലർജി വന്നിട്ട് ഭയങ്കര മൂക്കിന് ചുമ്മലും ഇങ്ങനെ വല്ലാതെ വെള്ളം പോകും. ഒരു ആരോ എന്നോട് പറഞ്ഞു നല്ല അലർജിയുടെ ഒരു ഡോക്ടറാണ്. ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാണാൻ പോയി. ഭയങ്കര തിരക്ക്. നോക്കിയിട്ട് ഞാൻ പല വഴി നോക്കി, രക്ഷയില്ല. ക്യൂവിൽ നിന്ന് എനിക്ക് മൂക്കിലൂടെ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. പ്രസംഗിക്കാൻ പോകണം, കഴിയില്ല. അപ്പൊ അദ്ദേഹം നല്ല മിടുക്കനായ ഡോക്ടറാണ്. ഒരു 2-2.5 മണിക്കൂർ നിന്ന് ക്യൂവിൽ നിന്ന് അവസാനം അപ്പോയിന്റ്മെന്റ് ടൈമായി. ഞാൻ അകത്തോട്ട് കയറി നോക്കിയപ്പോ ഡോക്ടർ എന്നോട് പറയാം, ഇവിടെ ഒരു ടവലുണ്ട്, എന്താ കാര്യം പറയാൻ? എന്നോട് ഡോക്ടർ പറഞ്ഞു എന്താ പറഞ്ഞ കാര്യം പറയാൻ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ഇപ്പൊ എന്താ പറയാ? അപ്പൊ എന്നോട് ഡോക്ടർ വെച്ച് എന്നാൽ എന്നോടൊരു വലിയ ഇൽമു പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ ചെന്ന ജലദോഷവും വെള്ളവും പോകുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പിടിപെടുന്ന ഒരു രോഗമാണ് ജലദോഷം. അതൊരു രോഗമല്ല, അത് ലോക ലക്ഷണമാണ്. അത് അണുക്കൾ വെളിയിലോട്ട് പറഞ്ഞ അതിന് മരുന്ന് കഴിക്കണം. മക്കളും എല്ലാത്തിനും ഒരു ഒറ്റ മരുന്ന്. ആ മരുന്ന് ഈമാൻ എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇസ്ലാമിന്റെ തത്വങ്ങളും നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റും. അതില്ലാത്തടത്തോളം കാലം നമ്മൾ പറയും അത് പറയണൊക്കെ ശരിയാണ്, എന്നാലും എന്ന് പറയുന്ന ഒരു വാക്കിന് മുസ്ലിമിന്റെ ജീവിതത്തിൽ യാതൊരുവിധ റോളും ഇല്ല. അത് ഈമാന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അറുത്ത കത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടല്ല, മൂർച്ചയില്ലാഞ്ഞിട്ട് അല്ല, പിന്നെ മുറിയുമെന്ന ഉറപ്പിൽ ഇബ്രാഹിം നബി അർത്ഥമുണ്ടാണ്. നമ്മളൊക്കെ അള്ളാഹുടെ പരീക്ഷത്ത് മുറിയൂല, അള്ളാഹ് എന്തേലും ഒരു മുജിദത്ത് കാണിക്കും എന്ന് കരുതി അർത്ഥം മുറിയും എന്ന് ഉറപ്പിച്ചിട്ട് അർത്ഥത് കൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ കത്തി ഇസ്മായിൽ നബിയുടെ കഴുത്ത് മുറിക്കാതിരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ പറയുന്ന ക്യാൻസർ ആകട്ടെ, ട്യൂമർ, ഏത് പ്രതീക്ഷകളാകട്ടെ, കടബാധ്യതയാവട്ടെ, ഇൻഷാ അല്ലാഹ് അത് ശരിയാകും. അതിന് ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഒരു ഈമാൻ ഉണ്ടാവണം. ഇല്ല ഞാൻ ഈ 1 മണിക്കൂർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഈമാൻ നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഈമാൻ മനസ്സിൽ നിറക്കണം. ഇപ്പൊ ഞാനൊരു ചെറിയ മരുന്ന് പറഞ്ഞുതരാം, ഫസ്റ്റ് എയ്ഡ്. മഹാനായ റൂഹുല്ലാഹി ഈസ, ഞാനൊരു ചെറിയ ഫസ്റ്റ് എയ്ഡ് പറയാം. നിങ്ങൾ ചെയ്യുവോ? ചെയ്യുന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കും നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്കി. ഇനിയിപ്പോ കൈയുണ്ട്, ചെള്ളിക്ക് കൈയുണ്ട്. എനിക്ക് ഒരു കൈ കൂടുതല, 3 കൈ. അതാ കുഴപ്പം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളുമായി നടന്നു പോകുമ്പോൾ ഒരു വിറക് ചുമട് തലയിൽ വെച്ചിട്ട് അയാൾ നടന്നു പോകവേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അനുയായികളെ, ഈ മനുഷ്യൻ 3 ദിവസത്തിനുള്ളിൽ മരിച്ചിരിക്കും തീർച്ചയാണ്. 3 ദിവസത്തിനുള്ളിൽ മരിച്ചിരിക്കും തീർച്ചയാണ്. സഹായികൾ ഇത് കേട്ടുനിന്നു. 3 ദിവസം കഴിയവേ 4ാമത്തെ ദിവസം ഈ വിറക് വെട്ടിയ വഴിയിൽ വെച്ച് കാണാനിടയായപ്പോ ചോദിച്ചു, റൂഹുല്ലാഹി ഈസാ നബിയെ,
നിങ്ങളല്ലേ 3 ദിവസത്തിനുള്ളിൽ ഇയാൾ മരിക്കുമെന്ന് പറഞ്ഞത്? 4-ാം ദിവസമായിട്ടും ഈ മനുഷ്യൻ ആയുസ്സോടെ നിലനിൽക്കുന്നു. റൂഹുല്ലാഹി ഈസാ, നിങ്ങൾ പറഞ്ഞത് തെറ്റിയതാണോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി മുത്ത് ഹബീബ് പഠിപ്പിച്ചു തരികയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ വിറക് ചുമണം തലയിൽ വെച്ചുകൊണ്ട് നടന്നു പോകുമ്പോ ആ വിറകിന്റെ ഉള്ളിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പിരിക്കുന്നത് ഞാൻ കണ്ടു. ആ പാമ്പ് കൊത്തിയാൽ സാധാരണഗതിയിൽ 3 ദിവസത്തിന് കൂടുതൽ നിൽക്കാറില്ല. പക്ഷേ ആ മനുഷ്യൻ അങ്ങനെ കണ്ടത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അയാൾ വിറക് ചുമണം തലയിലേറ്റ് നടന്നു പോകവേ, വൃക്ഷത്തിനിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കവേ, ഭക്ഷണം ഒരു റൊട്ടി അയാളുടെ കയ്യിലുണ്ട്. അത് കഴിക്കാൻ വയറുവല്ലാതെ വിശന്നിരിക്കുമ്പോ അത് കഴിക്കാൻ ചുണ്ടോടെടുക്കവേ ഒരു അഗതിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞെനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരണേ. വയറ് വിശപ്പ് കൊണ്ട് കത്തിക്കാളുമ്പോ തിന്നാൻ വായിലേക്ക് വെച്ച റൊട്ടി തന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയവന് ആ മനുഷ്യൻ സദഖ ചെയ്തു കൊടുത്തു. ആ ഒരു സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഈ പാമ്പിന്റെ കടിയേറ്റയാള് മരിക്കണമെന്ന അല്ലാഹുവിന്റെ ഖലായിനെ അല്ലാഹു ഇല്ലാതാക്കിയെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലായിനെ മാറ്റാൻ 2 കാര്യത്തിനെ കഴിയൂ. ഒന്ന് സദഖയാണ്, മറ്റൊന്ന് ദുആണ്. സദഖ ചെയ്തോ, അല്ലാഹു നിങ്ങളെ പരീക്ഷണങ്ങളിൽ നിന്ന് അടുത്ത വർഷം നിനക്കൊരു രോഗം വരണമെന്ന് അല്ലാഹുവിന്റെ ഖലായിലുണ്ട്. അതിനു മുമ്പ് നീ ചെയ്യുന്ന സദഖ, അല്ലാഹുവോട് നീ നിർവ്യാജം ചെയ്യുന്ന ദുആ, ഇത് രണ്ടും അല്ലാഹു സ്വീകരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പരീക്ഷണങ്ങൾ കടം മാറാനും രോഗം മാറാനും മക്കളെ ാനുമുള്ള 3 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹു നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഒരു നല്ല സദഖ ഈ സംഘാടക റിയാസിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സോട് കൂടി റിയാസിന്റെ ഓപ്പറേഷൻ നടക്കണം ഇൻഷാ അല്ലാഹ്. ഒരു ബക്കറ്റുമായി വരികയാണ്. ഒരു ബക്കറ്റല്ല, ആ വരുന്നത് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ്. ആ ബക്കറ്റിൽ അവന്റെ പ്രതീക്ഷകളാണ്, അവന്റെ സ്വപ്നങ്ങൾ. എല്ലാവരും ഒരു ചെറിയ സദഖയല്ല, ഒരു നല്ല സദഖ അതിലേക്ക് നിർവഹിക്കണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരും ഒരു 100, 200, 500 നിങ്ങളെ കൊണ്ട് കഴിയുന്നതിട്ടാൽ അതൊരു വലിയ സംഖ്യയാവും. റിയാസിന്റെ ഈ ഒരു ഓപ്പറേഷനുള്ള പൈസയാകും. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു പാവപ്പെട്ട സഹോദരന് വേണ്ടി ചെയ്യുന്ന ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദഖ ചെയ്യുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കടബാധ്യതകളിൽ നിന്ന് കാക്കണേ റഹ്മാനേ. ഈ സദഖ ചെയ്യുന്നവരുടെ മക്കളെ നീ നല്ല മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്, ഐശ്വര്യമുള്ള മക്കളാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലേറെ പരീക്ഷണങ്ങൾ ഏറ്റവരാണ്. ഇപ്പൊ ഞാൻ പരീക്ഷണം പറഞ്ഞതിന്റെ കാരണം പറഞ്ഞു. ഈ പരീക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അല്ലാഹു പറയുകയാണ്, പരീക്ഷണം നിന്റെ ജീവിതത്തിൽ സർവ്വസാധാരണമാ. ആ പരീക്ഷണങ്ങൾ അല്ലാഹു മനുഷ്യനെ നിശ്ചയിച്ചതാണ്, അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. ഈ പരീക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാൽ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൃത്യമായി ചെയ്യണേ. നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ കടങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങളും നിന്റെ പ്രതിസന്ധികളും അവസാനിക്കും. അതിലൊന്നാമത് ചെയ്യേണ്ടത്
ഒന്നാമത്തേത് വസ്ബിർ ലിഹുക്മി റബ്ബിക, വസ്ബിർ ലിഹുക്മി റബ്ബിക. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് കരുതി വസ്ബിർ, നിനക്ക് ക്ഷമിക്കാൻ കഴിയണേ. ഒന്നാമത് വസ്ബിർ, ഒന്ന് വസ്ബിർ, വസ്ബിർ, നീ ക്ഷമിക്കുക, ക്ഷമാശീലനാവുക, സഹനശക്തിയുള്ളവനാവുക. ഇതെല്ലാം എനിക്ക് എന്റെ റബ്ബ് തന്നതാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത. നീ തന്നതിനെ തടയുന്നവനില്ല, നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വൈയുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫളിഹി, എനിക്കൊരു നന്മ തരാൻ എന്റെ റബ്ബ് തീരുമാനിച്ചാൽ ഫലാ റാദ്ദ ലിഫളിഹി, അതിന് തടസ്സം നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. ലോകം മുഴുവന് തടസ്സം നിന്നാലും എന്റെ റബ്ബ് എനിക്കൊരു ഖൈർ തരാൻ ഉദ്ദേശിച്ചോ അതെനിക്ക് കിട്ടുക തന്നെ ചെയ്യും. വൈയുരിദുക ബിശർരിൻ, ആരെങ്കിലും അല്ലാഹു ഒരു തിന്മ ഉദ്ദേശിച്ചാൽ അത് അല്ലാഹു എനിക്ക് ജീവിതത്തിൽ തരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമല്ല എന്ന പൂർണ്ണമായ ക്ഷമയുണ്ടാവുക. മഹാനായ നബിയുല്ലാഹി അയ്യൂബ്, ഉറക്കെ, മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ അയ്യൂബ് നബി 80 വർഷക്കാലം സുഭിക്ഷതയിൽ താമസിച്ച, എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു വെച്ചു കൊടുത്ത, ധാരാളം സമ്പത്തുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്, ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്, ധാരാളം മക്കളുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്. ഒരു സുപ്രഭാതത്തിലും മാരകമായ രോഗം പിടികൂടൂ എന്ന് പറഞ്ഞാൽ നാവും ഹൃദയവും അടിച്ച് ശരീരം മുഴുവനും പഴുത്തു പറങ്ങലിച്ച് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഒരാൾ പോലും അടുത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ മാരക രോഗമായോ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ചികിത്സിച്ച് പൈസയെല്ലാം നഷ്ടപ്പെട്ടു, മക്കളെല്ലാം ഓരോരുത്തരായി മരണപ്പെട്ടു പോയി, ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെട്ടപ്പോ ഭാര്യമാര് അയ്യൂബ് നബി ഉപേക്ഷിച്ചു പോയി. അവസാനം റഹ്മ എന്ന ഭാര്യ മാത്രം അവശേഷിക്കുകയാ. നാട്ടുകാര് പറഞ്ഞ, അയ്യൂബേ, നിനക്ക് പകർച്ചവ്യാധിയാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്നാലും പകർച്ചവ്യാധി ഞങ്ങൾക്ക് പടരും, അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകണേ അയ്യൂബേ. 80 വർഷക്കാലം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നാട്ടുകാർ കാടിന്റെ നടുവിലേക്ക് ഓരോല കുടിലുപെട്ടി അവിടേക്ക് താമസം മാറ്റി നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്ന് നടക്കാൻ കഴിയാറ്, ഒന്ന് ഇരിക്കാൻ കഴിയാറ്. അയ്യൂബ് നബി മാരക രോഗത്തിൽ പെട്ടപ്പോ ഭാര്യ ചോദിച്ചു അത്ര അയ്യൂബ് നബിയോട്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലയോ, ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റി തരില്ലയോ? സഹോദരാ, സഹോദരി, അയ്യൂബ് നബി പറഞ്ഞ മറുപടി, 80 വർഷക്കാലം എന്റെ റബ്ബിനിക്ക് ആവോളം അനുഗ്രഹം ചൊരിഞ്ഞു തന്നതാ. ഇനി എന്റെ റബ്ബിനിക്കൊരു റഹ്മ എന്ന ഭാര്യ വീട്ടിലേക്ക് പോയി ജോലി ചെയ്യാൻ മലമൂത്ര വിസർജനത്തിന് ആവശ്യം കഴിഞ്ഞ് അയ്യൂബ് നബി തുറസ് പ്രദേശത്തിരിക്കുകയാ. സ്വന്തമായിട്ടും എഴുന്നേക്കാ കഴിയാറ് റഹ്മ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, എത്ര നേരം കണ്ടിരുന്ന ഇരിപ്പിൽ ഞാൻ ഇരിക്കുകയാണ്, എന്റെ ഭാര്യ വിളി കേൾക്കുന്നില്ല. പടച്ചവനെ അല്ലാഹുവേ, 80 വർഷം ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ കനൽപദങ്ങളിൽ വെന്തുരുകുമ്പോഴും അയ്യൂബ് നബി പൊട്ടിക്കരഞ്ഞില്ല, അല്ലാഹുവോട് പൊറുതി കാണിച്ചില്ല. പക്ഷേ ആ സമയത്ത് ഇരുന്നിരുന്ന് മടുത്തപ്പോ അയ്യൂബ് നബി ചിന്തിച്ചു പോയി, അല്ലാ, സ്വന്തമായിട്ട് എനിക്ക് എഴുന്നേറ്റ് ഒരടി നടക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മറ്റൊരാളെ പതിയിട്ടിച്ച് ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹു അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ, മറ്റൊരാൾക്ക് ഞങ്ങൾ ഭാരമാകുന്നൊരവസ്ഥ വരുന്നതിന് മുമ്പ് ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ആ അവസ്ഥ വല്ലാത്ത ഭീകരമാണ്. അയ്യൂബ് നബി ചിന്തിച്ചു, അല്ലാഹുവേ, എഴുന്നേറ്റൊരടി നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ. അപ്പോഴാണ് അയ്യൂബ് നബി ദുആ ചെയ്തത്, റബ്ബി അന്നീ മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്കൊരു രോഗം വന്നിട്ടുണ്ട്, എനിക്കൊരു പരീക്ഷണം വന്നിട്ടുണ്ട്. വഅന്ത അർഹമുർ റഹീമീൻ, നീ അടിമകളോട് കരുണയിൽ കരുണയുള്ളവനാണല്ലോ അല്ലാഹുവേ.
രോഗം ശിഫയാക്കാൻ പറഞ്ഞില്ല, അലമുറയിട്ട് നിലവിളിച്ചില്ല. ദുആയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. ദുആ ചെയ്യേണ്ടത് പോലെ ചെയ്യണം. അല്ലാഹുവേ, ഒരു വിപത്ത് എനിക്ക് വന്നിട്ടുണ്ട്, അത് നിനക്കറിയാമല്ലാ. വഅന്ത അർഹമുർ റഹീമീൻ, നീ കരുണയുള്ളവരിൽ കരുണയുള്ളവനാണല്ലോ അല്ലാ. ഞാൻ എന്റെ സഹോദരങ്ങളോട് പ്രതീക്ഷ കൈവിടരുത്. ചില സമയത്ത് ദുആ അല്ലാഹു സ്വീകരിക്കും. ഇത് പറയേണ്ട താമസം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, എവിടെയാണ് അയ്യൂബേ, ഇവിടെയാണ് അല്ലാ. ഉറുഖുൽ ബിരിജിലിക, നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിൽ നിന്ന് തരിക്കയ്യൂബേ. ആ ചുറ്റുപടുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ കാലുകൊണ്ടൊന്ന് വരച്ചപ്പോ ജലസരിത്തുകൾ നിർഗളിച്ചു. അയ്യൂബേ, ആ അരുവിയിൽ കാലുമുക്ക്, ആ അരുവിയിൽ കാലുമുക്ക്. ഇന്നും ഒമാനിലെ സലാലയിൽ അയ്യൂബ് നബിയുടെ കാലുമുക്കിയ കിണറെന്ന് പറയപ്പെടുന്നു. ഈ വിനീതൻ കഴിഞ്ഞ മാസം അവിടെ എത്തിയിരുന്നു. ഇന്നും ആ ജലസരിത്ത് ഒമാനിലെ സലാലയിലെ വയനാട് പോലെയുള്ളൊരു ഭൂപ്രദേശത്ത് കാണാം, ഇന്നും കാണാം. മരുഭൂമിയിൽ വെള്ളമുണ്ടായി. കാലുമുക്കയ്യൂബേ, അയ്യൂബ് നബി ചോദിച്ചു, അല്ലാഹുവേ, ആദാ മുഗ്തസലുൻ ബാരിദും വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനുമുള്ള പച്ചവെള്ളമല്ലേ അല്ലാ. ഇവിടെ എന്നെ നോക്ക്. അയ്യൂബ് നബി ചോദിച്ചു, പച്ചവെള്ളം. പച്ചവെള്ളത്തിന് രണ്ട് ഗുണമേ ഉള്ളൂ, ഒന്ന് കുടിക്കാം, ഒന്ന് കുളിക്കാം. എന്റെ രോഗം മാറാൻ പച്ചവെള്ളം. ഈമാൻ വേണം. ഈമാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അയ്യൂബിനെ ചോദിച്ചു, ഹാദാ സൂറത്തു സ്വാദ്, ഞാൻ പറയുന്ന മുഴുവൻ ഖുർആനാണ്. ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനുമുള്ള പച്ചവെള്ളം അല്ലാഹുവേ, അതിനപ്പുറത്തേക്ക് എന്ത് ഗുണം? അല്ലാഹു പറഞ്ഞു, അയ്യൂബേ, ഞാനാണ് പറഞ്ഞത്. ഉറുഖുൽ ബിരിജിലിക, നിന്റെ കാലുമുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോ നാവ് ഹൃദയം ഒടിച്ച് ശരീരം മുഴുവനും വിറച്ചു വിറഞ്ഞു പോയ അയ്യൂബ് നബിയുടെ രോഗം ശിഫയായി. പഴയ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു വന്ന അയ്യൂബ് നബി. റഹ്മാ ബീവി വീട്ടിൽ നിന്ന് ഓടി വന്നു. ഭർത്താവ് ഇവിടെ കാണുന്നില്ല. അവിടെ ഇരുത്തിയിട്ട് പോയതാണ്. മലമൂത്ര വിസർജനത്തിനെത്തിയ സ്ഥലത്ത് പോയപ്പോ അവിടെ സുന്ദരനായ ഒരു പുരുഷൻ നിൽക്കുകയാണ്. ഓടി വന്ന റഹ്മ ചോദിച്ചു, ഇത് എന്റെ അയ്യൂബിനെ പോലെ തോന്നുന്നല്ലോ. എന്റെ ഭർത്താവ് അയ്യൂബ് നബിയെ പോലെ സുന്ദരനായ സുമുഖനായ പഴയകാല യശസ്സും മോദസ്സുമുള്ള എന്റെ അയ്യൂബ് നബിയെ പോലെ, എന്റെ പഴയ അയ്യൂബ് നബിയെ പോലെ തോന്നുന്നല്ലോ. മണ്ണൻ നിങ്ങളാരാണ്? അയ്യൂബ്, എന്റെ ഭർത്താവായ അയ്യൂബിനെ നിങ്ങൾ കണ്ടോ? ആ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റഹ്മാ അന അയ്യൂബ്, ഞാൻ നിന്റെ ഭർത്താവായ അയ്യൂബാണ്. അല്ലാഹുവിനേക്ക് സൗന്ദര്യം തിരിച്ചു തന്ന റഹ്മാ, നമ്മുടെ ക്ഷമയ്ക്ക് അല്ലാഹു പ്രതിഫലം തന്നു റഹ്മാ. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സ് ബേജാറാവരുത്. വസ്ബിർ ലിഹുക്മി റബ്ബിക, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതി ക്ഷമിക്കുക. ഇന്നാ വജദ്നാഹു സബിറാ, അയ്യൂബന്റെ ഏറ്റവും സബറുള്ള അടിമയായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞല്ലേ, അപ്പൊ നിർത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന ഈ ആനമയിൽ ഒട്ടകത്തിന്റെ കച്ചവടം കൊള്ളാം. അണ്ടാവ് തുറന്ന് പ്രസംഗിക്കണ എനിക്ക് പച്ചവെള്ളം കേട്ടോണ്ടിരിക്കുന്ന ഒരു കട്ടൻ കാപ്പി. തുള്ളണ വെളിച്ചപ്പാടിന് എന്റെ പൊന്നു സഹോദരങ്ങളെ, അല്ലാഹു അതിന്റെ നല്ല കട്ടൻ കാപ്പി അല്ലാഹു സ്വീകരിക്കട്ടെ. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, തെക്കൊന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം. വിഷയത്തിന്റെ ഗൗരവം ചോരരുത്. ഇപ്പൊ അങ്ങനെ തമാശ പറച്ചതൊന്നും ഇല്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് എന്ത് വന്നാലും സബർ ഉണ്ടാവണം. എന്തുണ്ടാവണം? ക്ഷമ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്ഷമ നഷ്ടപ്പെട്ടാൽ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാവും. അല്ലാഹുവേ, ക്ഷമയാണ് ആദ്യം വേണ്ടത്. ഇന്നല്ലാഹു മഅസ്സബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട്. അല്ലാഹ് ക്ഷമാശീലരുടെ കൂടെയാണെന്നല്ല, ക്ഷമിക്കുന്നവന്റെ കൂടെ അല്ലാഹു ഉണ്ട്. അല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണം? ക്ഷമിക്കുക, പരമാവധി ക്ഷമിക്കുക. അല്ലാഹു നാളെ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. രണ്ട് പെട്ടെന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ട്
രണ്ടാമത്തേത് ഫഇന്നക ബിഅയ്യുനിനാ, നീ എന്റെ കൺമുമ്പിലാണ്, നിന്റെ പ്രയാസങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഫഇന്നക ബിഅയ്യുനിനാ, എന്റെ സങ്കടങ്ങൾ എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ശുഭപ്രതീക്ഷ ഉണ്ടാവും. എന്തുണ്ടാവുക? ശുഭപ്രതീക്ഷ. ഞാൻ റിയാസിനോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറയണം, ഒന്ന് സബർ, രണ്ട് ഫഇന്നക ബിഅയ്യുനിനാ, നീ എന്തിന് ബേജാറാവണം? നിന്നെ ഞാൻ കാണണില്ലേ? ആരും കണ്ടില്ലെങ്കിലും നിന്നെ ഞാൻ കാണുന്നില്ലേ? നീ എന്റെ മേൽനോട്ടത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. നബിയെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഒരാളെ എന്നും അല്ലാഹു പരീക്ഷിക്കില്ല. അല്ലാഹു ഒരാളെ എന്നും പരീക്ഷിക്കില്ല, പിന്നെ ഒരു സന്തോഷം വരും. അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കും. നമ്മുടെ മനസ്സ് നന്നാവുക, ഒരു ശുഭപ്രതീക്ഷ വേണം. അല്ലാഹു ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും. അല്ലാഹു മാറ്റിത്തരട്ടെ, അല്ലാഹു മാറ്റിത്തരട്ടെ. റബ്ബിനെ കുറിച്ച് നല്ല ഭാവന ഉണ്ടാവണം. എന്നിട്ട് റബ്ബിനോട് നീ നന്നത്തി തന്നതിൽ എനിക്ക് ശുക്രുണ്ട്, എന്റെ സങ്കടം റബ്ബെ നീ കാണുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ്. 15 വർഷം മുമ്പ് 16 വർഷം മുമ്പുള്ള എന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോഴും അറിയാം. SSLC പരീക്ഷ കഴിഞ്ഞിട്ട് 7 മാസം കൊണ്ടാണ് ഞാൻ ഹാഫിളാവുന്നത്. ഞാൻ ഹാഫിൾ ആയതിനു ശേഷം ഹോട്ടലിൽ മേശ തുടയ്ക്കാൻ നിന്നിട്ടുണ്ട്. ഞാൻ കാഞ്ഞാറ്, എന്നെ അറിയുന്നവർക്കറിയാം. ഞാനന്ന് ഹാഫിളാണ്. അന്ന് ഹോട്ടലിൽ 2 ജോലിയാണ്, ഒന്ന് മേശ തുടയ്ക്കുക, മറ്റൊന്ന് പ്ലേറ്റ് കഴുകുക. ഞാനന്ന് പ്ലേറ്റ് കഴുകാൻ പോയി. കാരണം വിറക് വെട്ടി കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ പുറകിൽ പോയിരുന്ന് പ്ലേറ്റ് കൂട്ടിയിട്ടിരുന്നിട്ട് കഴുകാനൊരു സുഖം ഉണ്ടെന്നറിയൂ. അന്നൊക്കെ ഈ ഇറച്ചി കൊടുക്കുന്നത്, ബീഫ് കൊടുക്കുന്ന ചെറിയ പാത്രത്തിൽ ആളുകൾ കഴിച്ചിട്ട് ചില കഷണങ്ങളൊക്കെ അതിനകത്ത് ബാക്കിയിട്ടിട്ടുണ്ടോ. കഴുകാൻ വേണ്ടി പോയിരിക്കുമ്പോ ഇറച്ചി തിന്നാനുള്ള കൊതി കൊണ്ട് പ്ലേറ്റിൽ ബാക്കി തിന്ന ഇറച്ചി കഷണം വാരി തിന്നിട്ടുണ്ട്. അത് തിന്നാനുള്ള കൊതി കൊണ്ടാണ് പ്ലേറ്റ് കഴുകായത്. കാഞ്ഞാറ് പലകയടിച്ചൊരു ചായക്കടയുടെ വിറക് വെട്ടിന്റെ പുറകിലിരുന്ന് ഒരു 2 ഇറച്ചി കഷണം തിന്നാനുള്ള കൊതി കൊണ്ട് വേറൊരുത്തന്റെ ഉച്ചിട്ടം കഴുകാൻ സ്വയമേറ്റ് കൊതിയോടെ വാരിയെടുത്ത് തിന്ന എന്നെ എന്റെ റബ്ബ് UAE പ്രസിഡന്റിന്റെ സൽസബീൽ പാലസിലെ അത്താഴ വിരുന്നിൽ വരെ കൊണ്ടുപോയി ഇരുത്തിയെങ്കിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ, എന്റെ റബ്ബിന്റെ കാര്യത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അതിൽ നിന്ന് അല്ലാഹു എന്റെ റബ്ബ് എന്നെ അവിടം വരെ എത്തിച്ചെങ്കിൽ ജീവിതത്തിലെ ശുഭപ്രതീക്ഷകൾ എപ്പോഴും പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, ജീവിതം പരീക്ഷണമാണ്. ഖുഷി ജിന്ദഗിക്ക് മഹലോമേ ഹമേം സോനഹി സക്ത, ജിന്ദഗിക്ക് നുക്കേലി പത്തർ കി രാസ്തെ പർ ചലനാ ചാഹിയെ. ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഇന്നെന്റെ റബ്ബ് എന്നെ ഇവിടം വരെ, ഞാൻ എന്റെ ജീവിതം പറയാണ് നിങ്ങളോട്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അഹമ്മദ് കബീർ വാക്കവി എന്നുള്ളൊരു വലിയ പേരൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന, എനിക്ക് നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്റെ പച്ചയായ ജീവിതം പറയാം. നമുക്കൊക്കെ ഇന്നലകളിൽ ഈ ജീവിതമുണ്ട്. ലക്ഷം വീട്ടിലെ ചോർന്നിരിക്കുന്ന പൊരയിൽ ഒരു തടപ്പായിൽ ഉമ്മയും 2 മക്കൾ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് രാത്രിയിൽ മഴ പെയ്യുമ്പോ കുടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് കിടക്കാൻ കഴിയാതെ കണ്ണൻ ചിരട്ടയിൽ രാത്രി എഴുന്നേറ്റ് വെള്ളം കോരിക്കളഞ്ഞിട്ട് ഞാനും എന്റെ ഉമ്മയും കിടന്നിട്ടുണ്ട്. അന്ന് അവിടെ നിന്ന് എന്റെ റബ്ബ് ഇത്രയും മുമ്പിലേക്ക് എത്തിക്കുമ്പോ, അല്ലാഹുവേ ദുനിയാവ് നീ തന്നു, ഇനി ആഖിറത്തിന്റെ പദവി കൂടി നീ തന്നാൽ മതി. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പറയാൻ, ഒരിക്കലും ശുഭപ്രതീക്ഷ കൈവിടരുത്. ഫഇന്നക ബിഅയ്യുനിനാ, ഒറ്റ മാത്രം മതി. അമലുകൾ കുറവാണെങ്കിലും ഹൃദയം നന്നാവും. ഒരാളെയും നമ്മൾ ദ്രോഹിക്കരുത്, മനസ്സറിഞ്ഞൊരാളെ ദ്രോഹിക്കരുത്. ഒരു നിരപരാധിയെ നമ്മൾ ദ്രോഹിച്ചാൽ തിരിച്ചല്ലാഹു ദുനിയാവിൽ വെച്ച് നന്നാക്കും. കള്ളു കുടിച്ചാൽ ശിക്ഷ ചിലപ്പോൾ ദുനിയാവിൽ കിട്ടൂല, ആഖിറത്തിൽ കിട്ടും. പക്ഷെ ഒരാളെ നമ്മൾ ദ്രോഹിച്ചാൽ ആ ശിക്ഷ ദുനിയാവിൽ തന്നെ നമ്മൾ അനുഭവിച്ചിരിക്കും, ഉറപ്പാണ്. നന്നായിട്ട് മനസ്സിലാക്കിക്കോണേ. കള്ളു കുടിച്ചാലും ചീട്ട് കളിച്ചാലും ചിലപ്പോൾ ദുനിയാവിൽ പിടികൂടണമെന്നില്ല, ആഖിറത്തിലായിരിക്കും പിടികൂടുക. പക്ഷെ അകാരണമായി ഒരു നിരപരാധിയെ നാം ദ്രോഹിച്ചാൽ, മറ്റൊരാളുടെ തകർച്ചയ്ക്ക് നാം കാരണമായാൽ, മറ്റൊരാളുടെ മനസ്സ് നമ്മൾ നോവിച്ചാൽ, മദ്ലൂമിന്റെ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. അത് ദുനിയാവിൽ തന്നെ നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരോടും ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, എല്ലാവരോടും നല്ല ഗുണകാംക്ഷയോടെ പെരുമാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് രണ്ടാമതായി അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരു ശുഭപ്രതീക്ഷ വേണം. നീ എന്റെ മേൽനോട്ടത്തിലല്ലേ അടിമേ, ഞാനല്ലേ നിന്നെ കാണുന്നത്, നിന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ ഞാനല്ലയോ, നിന്റെ കണ്ണുനീരറിയുന്നവൻ ഞാനല്ലയോ. പാതിരാ സമയത്തെന്റെ വീട്ടിൽ എന്നെ നിസ്കാരപ്പായിൽ കമന്ന് കടന്നിട്ട് ഞാൻ കരഞ്ഞല്ലോ. അല്ലാ ജിന്ദഗി ശമ്മി സൂറത്ത് മേം ഖുദാ ഹേ തേരി. അല്ലാഹുവേ അല്ലാഹുവേ ജിന്ദഗി ശമ്മി സൂറത്ത് മേം ഖുദാ ഹേ മേരി. അല്ലാഹുവേ എന്റെ ജീവിതം മെഴുകുതിരി പോലെ ഉരുകുകയാണല്ലോ. എന്റെ സങ്കടങ്ങൾ, എന്റെ ആധികൾ, എന്റെ വ്യാധികൾ, എന്റെ ആകുലതകൾ, എന്റെ വ്യാകുലതകൾ, എന്റെ ആധികൾ, എന്റെ വ്യഥകൾ, എന്റെ ശ്രദ്ധകൾ എല്ലാം, എന്റെ സങ്കടം, എന്റെ കണ്ണുനീര്, അതെല്ലാം നീ കാണുന്നില്ല അല്ലാ. പടച്ചവനെ, നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് പറയാ? എന്റെ അടുത്ത് കിടക്കുന്ന ഭാര്യയോട് പോലും ഞാൻ പറയാതെ ഒളിച്ചു വെച്ചത് നിന്നോട് ഞാൻ പറയുന്നു അല്ലാ. ഞാനും നീയും തമ്മിലും മറയില്ല റബ്ബേ, ഞാനും നീയും തമ്മിൽ അടുപ്പമേ ഉള്ളൂ റബ്ബേ. നിന്നോട് ഞാൻ കൽബ് തുറന്നു പറയാ. അല്ലാഹുവേ 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 പടച്ചവനെ അല്ലാഹുവേ, ഇനി എവിടേക്ക് നോക്കണമെന്നറിയില്ല. കബ് സേ കടി ഗേ യാ റബ്ബ് ഉമ്മീദ് കേ സഹാരെ, മേരാ ദിൽ ന ജാനെ മേനെ കിസി തരഹ് സെ പുകാരെ. ഇനി എങ്ങോട്ട് തിരിഞ്ഞു ചോദിക്കണമെന്നറിയില്ല, ഇനി എവിടേക്ക് കരയണമെന്നറിയില്ല. അല്ലാഹുമ്മ ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക. നിന്നിലേക്കല്ലാതെ എനിക്കൊരു അഭയമില്ല. അതുകൊണ്ട് എന്നെ സങ്കടങ്ങൾ നീ കാണണേ അല്ലാ. അല്ലാഹു സങ്കടം കണ്ടാൽ പെങ്ങളെ നിസ്കാരപ്പായ കണ്ണുനീരിൽ കുതിർന്നാലും നിന്റെ ദുഃഖം കാണാൻ അല്ലാഹു ഉണ്ടെങ്കിൽ അറിയുമല്ലോ. ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ചുരുക്കി പറയാൻ ഖുർആൻ സാന്ത്വനം നൽകുകയാണ്. ആയിഷ ബീവിക്കെതിരെ ആരോപണമുണ്ടായി. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടായി. ആർക്കെതിരെ? മുത്ത് റസൂലിന്റെ ഭാര്യക്കെതിരെ. മുത്തുനബിയുടെ ഭാര്യയെ വെറുതെ വിടാത്ത സമൂഹമാണിത്. ആർക്ക് നേരെ ഉണ്ടാവും? മാനമര്യാദക്ക് ജീവിക്കുന്ന പെണ്ണിനെ കുറിച്ച് അപവാദം പറയാൻ ആളുകൾ ഉണ്ടാവും. അത് മുത്തുനബിയുടെ ഭാര്യയും അനുഭവിച്ചിട്ടുണ്ട്. അതൊരു സുഖമാണ്. അങ്ങാടിക്കടയിൽ ഇരുന്നിട്ട് അന്യന്റെ ഇറച്ചി തിന്നെ. ആ ഭാര്യ, നീ ആരെ കുറിച്ച് പറയുന്നുവോ ആ പെണ്ണ്, അവളൊരു ഭാര്യയാണെന്നെന്തേ കരുതുന്നില്ല. അവളൊരു ഉപ്പാന്റെ മകളാണെന്ന്, അവളൊരു സഹോദരന്റെ പെങ്ങളാണെന്ന് അന്യന്റെ മാനത്തെ പിച്ച് ചിന്തരുത്. ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരെ വ്യഭിചാര ആരോപണം വന്നു. മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒന്നിച്ച് യാത്ര ചെയ്തു. സദസ്സ് വിശാലമാണ്, ചരിത്രം വിശാലമാണ്. മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞു. ആയിഷ ബീവിയുടെ മാല കാണാതെ പോയി. ചരിത്രം എന്ന സമയത്തിരിയാവും. മാല നോക്കിക്കൊണ്ടിരുന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു തആല ഒട്ടകക്കട്ടിലാണ് പോവുക. സഹാബത്ത് ഒട്ടകക്കട്ടിൽ പൊക്കി ഒട്ടകത്തിന് മുകളിൽ വെക്കും. ഇറങ്ങാൻ നേരത്തെടുത്ത് താഴെ വെക്കും. അവരിറങ്ങിപ്പോകും, തിരിച്ചു വന്ന് കയറും. സഹാബത്ത് പൊക്കി ഒട്ടകത്തിന് മുകളിൽ വെക്കും. ആയിഷ ബീവി മലമൂത്ര വിസർജനത്തിന് പോയി സ്ഥലത്തിറങ്ങിയപ്പോ മാല കാണാതെ പോയി. മാലയാണെങ്കിലോ പാവം സൈനബ് റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയ മാലയാണ്. യാത്ര പോകുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ വേറൊരു പെണ്ണിന്റെ മാല ഇട്ടുകൊണ്ട് പോകുമല്ലോ. അമ്മാതിരി നബിയങ്ങളുടെ ഭാര്യമാർ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. യാത്ര പോയപ്പോ വാടകയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്, നഷ്ടപ്പെട്ടു. വേവലാതിയിൽ നിന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചു. ആയിഷ ബീവി അതിനകത്തില്ല എന്ന് അവര് തിരിച്ചറിഞ്ഞില്ല. ഒട്ടകം മുമ്പോട്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിന് എന്ത് മനസ്സിലായി? ഒട്ടകക്കട്ടിലെടുത്തു വെച്ചപ്പോ ആയിഷ ബീവി ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി അത്രയ്ക്ക് മെലിഞ്ഞ പെണ്ണായിരുന്നു. വെയിറ്റ് കുറവായിരുന്നു, അവിടെ അറിഞ്ഞില്ല. വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ വെയിറ്റുള്ള ആളെങ്കിൽ നമ്മുടെ വഹാബ് സാഹിബിനെ പോലെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? കയറ്റി ഇരുത്തി അറിയും. ഇല്ലാന്നറിഞ്ഞാലും അറിയും. അപ്പൊ ആയിഷ, ഇങ്ങനെയാണ് ഓരോ ഹദീസിൽ നിന്നൊക്കെ മഹാന്മാര് പിടിക്കുന്നത്. ആയിഷ ബീവി വണ്ണം കുറഞ്ഞ, വെയിറ്റ് കുറഞ്ഞ ആളായിരുന്നു. കാരണം എടുത്തു വെച്ചപ്പോ ഭാരക്കുറവ് അനുഭവപ്പെട്ടില്ല. വളരെ ലോലമായ, ഇതുപോലെ നല്ല തടിയുള്ള ആളൊന്നുമില്ല. ഈ റെയിൽവേ സ്റ്റേഷനിൽ 1 രൂപ ഇട്ടാൽ തൂക്കം എഴുതി വരും. ഒരു തടിയും കയറുന്നു. അപ്പൊ വലിയ അക്ഷരത്തിൽ എഴുതി വന്നു, അമിതഭാരം കയറ്റി യന്ത്രം കേടാക്കരുത്, വെളി ഇറങ്ങും.
തീരെ മെലിഞ്ഞ ആള് കയറിയപ്പോഴും ഇറങ്ങി വന്നു. പൈസ ഇട്ടാൽ മാത്രം പോരാ, ആളും കൂടെ കയറിയിരിക്കുന്നു. അത്രയ്ക്ക് മെലിഞ്ഞ ആളാണ്. ആയിഷ ബീവി ആ വനാന്തരത്തിന്റെ മരുഭൂമിയിൽ ഒറ്റക്കായി. ഹബീബായ നബി തങ്ങളുടെ സഹാബത്തും മദീനയിലേക്ക് യാത്രയായി. മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി ഏറ്റവും പുറകിൽ നിയോഗിക്കപ്പെട്ട ആളാ. എന്തെങ്കിലും കളഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ മരുഭൂമിയിൽ വരുമ്പോ ഒരു പാവപ്പെട്ട പെണ്ണ് ഏകാഗിയായിരിക്കുകയാ. ഉടനെ പറഞ്ഞു ഇന്നാലില്ല. ഇത് കേട്ട് ആയിഷ ബീവി മറുപടി പറഞ്ഞു. ആയിഷ ബീവിയാന്ന് ഉറപ്പായി സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങിയപ്പോ ആയിഷ ബീവിയെ കാണാനില്ല. നാട് മുഴുവനും പറഞ്ഞു ആയിഷ ബീവിയെ കാണാനില്ല. മുനാഫിക്കീങ്ങൾ രംഗം തമിഴിലെടുത്തു. അവര് പറഞ്ഞ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനെ ഉപേക്ഷിച്ചിട്ട് പോയി. ആയിഷ ചെറുപ്പക്കാരിയല്ലയോ, ഉപേക്ഷിച്ചു പോയെന്ന് കിംവദന്തി പരത്തുകയാ. സമയം ആ സാഹചര്യം മുതലെടുത്ത് സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മനങ്കടുകന്മാർ മുനാഫിക്കീങ്ങൾ പ്രവാചകന്റെ ഭാര്യമാർക്ക് ആരെക്കെതിരെ ആരോപണമുയർത്തി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാതെ കിന്നയായിരിക്കുമ്പോഴാണ് സഫ്വാൻ എന്ന ചെറുപ്പക്കാരനായ സഹാബിയുടെ ഒട്ടകപ്പുറത്ത് ആയിഷ ബീവി മദീനയിലെത്തുന്നത്. ആളുകൾ ഇളകി. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷയും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അവരെ ചേർത്തിട്ട് അപവാദത്തിന്റെ കഥകൾ ഉണ്ടാക്കി. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ആയിഷ. ആയിഷ ബീവി കഥ ഒന്നും അറിയുന്നില്ല. ഹബീബായ നബി തങ്ങൾ പോലും എന്തിനേറെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പോലും ഈ കഥ വിശ്വസിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് ഈ കഥ വിശ്വസിച്ചു പോയി. ആയിഷ ബീവി വീട്ടിലിരിക്കുകയാ. ഹബീബായ നബി തങ്ങൾ ഭാര്യമാരോട് മാറി പള്ളിയിലായി. ഹബീബായ നബി തങ്ങളുടെ ഹൃദയത്തിന് വേദന പടർന്നു പിടിച്ചു. ആയിഷ ബീവി ഒരു ദിവസം മൂത്രമൊഴുക്കാൻ വെളിയിലിറങ്ങിയപ്പോ ആയിഷ ബീവിയുടെ കാല് കല്ലിൽ തട്ടി. കൂടെ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുണ്ട്, ഉമ്മു മിസ്തഹ്. ആ ഉമ്മു മിസ്തഹ് പറഞ്ഞു, എന്റെ മകൻ മിസ്തഹ് നശിച്ചു പോകട്ടെ. ആയിഷ ബീവി ചോദിച്ചെന്റെ കാല് കല്ലിൽ തട്ടിയപ്പോ നിങ്ങളുടെ മകനെ ശപിക്കുന്നുവോ, എന്തേ കാര്യമെന്ന് ചോദിച്ചപ്പോ ഉമ്മു മിസ്തഹ് പറഞ്ഞു, ആയിഷ നീ ഒന്നും അറിഞ്ഞില്ല മോളെ, എന്റെ മകൻ മിസ്തഹ് അടക്കമുള്ള നബി തങ്ങളുടെ സഹാബത്ത് പോലും നിന്നെ കുറിച്ച് അപവാദം വിശ്വസിച്ചു പരത്തുന്നു മോളെ. നിന്നെ ഈ സഫ്വാൻ എന്ന ചെറുപ്പക്കാരനെ ചെയ്ത് മദീനയിലെ നിറം പിടിപ്പിച്ച കഥകളാ. ആയിഷ ബീവിയുടെ വാക്കുകളിൽ പറയട്ടെ, ഇത് കേട്ടപ്പോഴാണ് മുത്തുനബി എന്നെ വീട്ടിലാക്കിയതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. നിന്ന നിപ്പിന് ഭൂമി പിളർന്ന് താഴെ പോയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നെ ഈ സഫ്വാനെ ചേർത്തിട്ട് അപവാദമോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി എന്ന തരുണീരത്നം വീട്ടിലേക്ക് വരികയാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉപ്പ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല ഉപ്പ. ഉമ്മ റൂമാനോട് പറഞ്ഞു, ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ എന്റെ തടിച്ചുകൂടിയ തൂക്കുപാലത്തെ പെങ്ങളോട് 2 ദിവസം ബാക്കി വഴുത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഭർത്താവ് പോലും വിശ്വസിച്ചു പോയി. വാപ്പയും ഉമ്മയും സാന്ത്വനപ്പെടുത്തുന്നില്ല. അപവാദത്തിന്റെ കൂരമ്പുകളേറ്റ് ഭൂമിയിൽ ഒറ്റക്കായി പോയ ആയിഷ ബീവി എന്ത് ചെയ്തെന്നറിയോ? പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയുകയാ. അല്ലാ, ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും നീ എന്നെ ഒറ്റപ്പെടുത്തല്ലേ റബ്ബേ. ആരെന്നെ തള്ളി പറഞ്ഞാലും നീ തള്ളി പറയല്ലേ അല്ലാ. ആയിഷ നിരപരാധിയാണെന്ന് നിനക്കറിയാം, എനിക്കറിയാം. എന്റെ ഹബീബായ മുത്തു പോലും വിശ്വസിച്ചോന്ന് സംശയമാ. മദീന മുഴുവനും എന്നെ കുറിച്ച് അപവാദമാണ് അല്ലാ. ഒരു പെണ്ണിന്റെ നീറുന്ന ഹൃദയത്തിന്റെ വേദന അറിയുന്ന റബ്ബേ, എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകണേ അല്ലാ. ആയിഷ ബീവിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ആയിഷ ബീവി പറയുന്നെന്ന് മദീനയിലെ 2 മഴ പെയ്തു. ഒന്നെന്റെ കവിളിലൂടെ പെയ്ത തണ്ണീർ മഴ, മറ്റൊന്ന് ആകാശത്ത് വെള്ളിടി വെട്ടി. മദീനയിലെ മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങി. അതാ ദഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ
അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനായ തറങ്ങി നബിയോ ആയിഷ എന്ന നിരപരാധിയായ പെണ്ണിന്റെ ഹൃദയത്തിൽ കണ്ണുനീര് വന്നപ്പോ അല്ലാഹുവിന്റെ ദർബാർ ചലിക്കുകയാ. ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങാ. ഇന്നല്ലദീന ജാഊ ബിൽലിഫ്കി ഉസ്ബത്തും മിൻകും ലാ തക്സബൂഹു ശർറൻ ലക്കും. 11 ആയത്തുകൾ പടിപടിയായി ഇറങ്ങി. ആയിഷ ബീവി നിരപരാധിയാണ് നബിയേ. അപവാദത്തിൽ ആയിഷയെ സംശയിക്കരുത് നബിയേ. തൂക്കുപാലത്തെ പെണ്ണോ എല്ലാവരും കൈവിട്ടപ്പോ പ്രതിസന്ധിയിൽ പതറാതെ പടച്ചറപ്പിലേക്ക് കൈകളുയർത്തി പൊട്ടിക്കരഞ്ഞ് കവിൾത്തടത്തിലൂടെ കണ്ണുനീരിന്റെ പുഴയൊടുകയാ. നിരപരാധി പെണ്ണിന്റെ കണ്ണീര് വന്നപ്പോ ജിബ്രീൽ ഭൂമിയിൽ വന്നില്ല മോളെ. ആയത്തുകൾ അവതരിച്ചില്ല മോളെ. ആയിഷ ബീവി നിരപരാധിയാണെന്ന് മദീനയിൽ ആയത്തിറങ്ങി. മസ്ജിദുൻ നബവിയിൽ ഇരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ ഓടുകയാണ് ആയിഷ എന്ന ഭാര്യയുടെ അടുക്കലേക്ക്. തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് സമാധാനത്തോടെ ഓടി ചെല്ലുന്നത് കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ ഓടി വരുന്നത് കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കാരപ്പായിരിക്കുന്ന ആയിഷ ബീവിയോട് വിളിച്ചു, ആയിഷ അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ട് മോളെ. ഹബീബായ മുത്തിനോട് പോയി നീ കാര്യം പറ. അല്ലാഹുവിന്റെ റസൂൽ വരുന്നു മോളെ. എഴുന്നേറ്റ് പോയി മുത്തുനബിയെ സ്വീകരിക്ക്. ആ സമയത്ത് പെണ്ണിന്റെ കുറുമ്പ്, ആ സമയത്ത് പെണ്ണിന്റെ കുറുമ്പ്, പെണ്ണിന്റെ സ്വതസിദ്ധമായ സ്വഭാവത്തില് നിസ്കാരപ്പായിരുന്ന ആയിഷ ബീവി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഉപ്പാ അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടെങ്കിൽ പോയി കൈ പിടിക്കേണ്ട ആവശ്യം ആയിഷക്കില്ല. ഇന്നത്തെ ദിവസം എന്റെ കടപ്പാട് എന്റെ റബ്ബിനോടാണ്. എന്റെ റബ്ബിനോടെ എനിക്ക് നന്ദി പറയേണ്ടതുള്ളൂ. എന്റെ റബ്ബിനോടെ ആയിഷക്ക് നന്ദി പറയേണ്ടതുള്ളൂ. എന്നെ സംരക്ഷിച്ചത് എന്റെ റബ്ബ, എന്നെ ആശ്വസിപ്പിച്ചത് എന്റെ റബ്ബ, എന്റെ കണ്ണുനീര് തുടച്ചത് എന്റെ റബ്ബ. ഇന്ന് എനിക്ക് കടമയുള്ളത് എന്റെ റബ്ബിനെയുള്ളൂ. ഒരാളോടും എനിക്ക് എന്റെ കടപ്പാടില്ലെന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ. നീ കരയ, നിന്റെ കണ്ണുനീര് കാണുന്നവൻ ആര് കണ്ടില്ലെങ്കിലും കാണുന്നവനുണ്ട്, അവനാണ് ഫഇന്നക ബിഅയുനിനാ. നിന്റെ കണ്ണുനീരും നിന്റെ പ്രയാസവും ഞാൻ കാണുന്നുണ്ട് അടിമേ. ആയിഷ ബി പറഞ്ഞു, എനിക്ക് ആരോടും കടമയൊന്നുമില്ല, എനിക്ക് അള്ളാഹിനോട് കടമ. പെണ്ണിന്റെ സ്വഭാവം എന്താ സംഭവം? അതുകൊണ്ട് ചുരുക്കാൻ സമയേറെ കടന്നു പോകുന്നു, വിഷയം വിശാലമാകുന്നു, പറയും തോറും വലുതാവുന്നു. പൊന്ന് സഹോദരങ്ങളെ, ഒരു ശുഭപ്രതീക്ഷ റബ്ബിന്റെ കാര്യത്തിൽ ഉണ്ടാകുക. നിന്നെ ഞാൻ കാണുന്നുണ്ട്, എന്റെ പ്രയാസവും പ്രതിസന്ധിയും മാറും. അള്ളാഹു മാറ്റി തരട്ടെ. ഇതുവരെ ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങൾ. ഒന്ന് ക്ഷമയുണ്ടാവുക, സബർ. 2 അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ശുഭപ്രതീക്ഷ ഉണ്ടാവുക. ഇത് 2 ഈമാന്റെ ഭാഗമാണ്. സബർ ചെയ്യാനുള്ളതല്ല, മനസ്സിലുള്ളതാണ്. ശുഭപ്രതീക്ഷ, ഇത് 2 മനസ്സിലുണ്ടാവേണ്ടതാണ്. 3ാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ചെയ്യോ? ഇത് 2 ഈമാനാണ്. അടുത്ത പറയുന്ന അമലാണ് ഖുർആന്റെ തർത്തീബ് അത്ര സുന്ദരമാണ്. അടുത്തത് നിങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞ് നമുക്ക് എല്ലാവരും വെളിയിൽ നിൽക്കുന്നവരൊക്കെ അകത്തോട്ട് കയറണം. നമുക്ക് ദുആ ചെയ്തു തരാം. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യൂലേ? ഉറക്കെ പറ, ഉറക്കെ. 3ാമത്തേത് വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഇദ്ബാറൻ നുജൂം. വസ്ബിർ ലിഹുക്മി. ഇനി ചെയ്യേണ്ടത് വസബ്ബിഹ് ബിഹംദി റബ്ബിക, തസ്ബീഹ് ദിക്ർ ചെല്ലണം. ഇത് ചുമ്മാ ഒന്നും നടക്കണ കാര്യമല്ല. ഒന്ന് ദിക്ർ ചെല്ലണം. അല്ലാഹു പറയാണ് 3ാമത്തെ കാര്യം, വസബ്ബിഹ് ബിഹംദി റബ്ബിക. ഏത് സമയത്തും അല്ലാഹുവിനോട് നീ തസ്ബീഹ് ചെയ്യുക. ഹീന തഖൂം, നീ സുബഹി കഴിഞ്ഞേക്കുമ്പോ, നീ സുബഹി കഴിഞ്ഞാൽ ദിക്ർ ചെല്ലുക. സുബഹി കഴിഞ്ഞിട്ട് ദിക്ർ ചെല്ലുക. വമിനൽ ലൈലി, രാത്രിയിലും പടച്ചറപ്പിനോട് ദിക്ർ ചെയ്ത് ദുആ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ ഖുർആനാണ്. സുബഹി കഴിഞ്ഞ് ദിക്ർ ചെല്ലണം, ദിക്ർ ചെല്ലണം, ദിക്ർ ചെല്ലണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദിക്ർ ചെല്ലാതെ ഒന്നും കഴിയില്ല. ദിക്റുകളും തസ്ബീഹുകളുമാണ് ജീവിതത്തിന്റെ ഉപാധി. ദിക്ർ ചെല്ലണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കടലിനെ നിശ്ചലമാക്കിയത് ദിക്റാണ്. മഹാനായ
മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സമൂഹത്തെ അല്ലാഹുവിന്റെ റസൂൽ ബഹ്റൈനിലേക്ക് ദഅവത്തിന് പറഞ്ഞു വിട്ടു. അവര് കടപ്പുറത്തെത്തി. കടക്കാൻ കപ്പലില്ല, വള്ളമില്ല, തോണിയില്ല. കുതിരപ്പുറത്ത് വന്ന സമൂഹത്തിന് മുമ്പിൽ കടൽ തിരമാല ആഞ്ഞെടുക്കുകയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയോ? അവര് രണ്ടുപേരും അവിടെ നിന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവിനോട് കരുണുരുകി ദുആ ചെയ്തു. കടലിന്റെ തിരമാലകൾ ആഞ്ഞെടുക്കുമ്പോ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദിക്റങ്ങ് ചൊല്ലി, അല്ലാഹുവേ യാ അലീമു യാ ഹലീം. ഉറക്കെ പറ, ഇതിന് ചൊല്ലാനുള്ളതാണ്. യാ അലീമു യാ ഹലീം, യാ അലീമു യാ ഹലീം, യാ അലീമു യാ ഹലീം. ഈ ദിക്റങ്ങ് ചൊല്ലേണ്ട താമസം ഉഖബ റളിയല്ലാഹു അൻഹു പറയാ, കുന്നാ ഫീ ബഹ്റൈൻ, ഞങ്ങളിപ്പോ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അൽ മുഅ്ജിസത്തു വൽ കറാമയിൽ സംഭവമുണ്ട്. കടപ്പുറത്തിന്റെ ഇപ്പുറത്ത് നിന്ന് ദിക്ർ ചൊല്ലിയപ്പോ കുന്നാ ഫീ ബഹ്റൈൻ, ഞങ്ങൾ പിന്നീട് എത്തിയത് നിമിഷം കൊണ്ട് ഞങ്ങൾ ബഹ്റൈനിലെത്തി. കടല് കടന്നിട്ട് ബഹ്റൈനിലെത്തി. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? യാ അലീമു, ഇതാ പറഞ്ഞ ഇതൊക്കെ ജീവിതത്തിൽ ചെയ്യാനുള്ള ദിക്റാണ്. ഞാനങ്ങ് പോകും, നിങ്ങളും പോവും. ഇനി അറിയില്ല, കൂടെയില്ല ജനിക്കുന്ന നേരത്തും തീർച്ചയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാമ്രത. ഇനി എപ്പോ കാണുമെന്നറിയില്ല. അപ്പൊ 2 ദിവസം വഅദ് പറഞ്ഞതിന് ശേഷം കബീർ ഉസ്താദിന്റെ വഅദ് കേട്ടിട്ട് ഞാൻ അന്ന് മുതൽ ദിക്ർ ചെല്ലാൻ തുടങ്ങി. യാ അലീമു യാ ഹലീം. ഏത് നടക്കൂല എന്ന് പറഞ്ഞ കാര്യവും നടക്കും. വനഹിനു ഫീ ബഹ്റൈൻ, ഞങ്ങളിപ്പോ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കടലിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ദിക്ർ ചൊല്ലിയപ്പോ കടലിന്റെ അപ്പുറത്തെത്താൻ ഒരു സഹാബത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തസ്ബീഹ് കൊണ്ട് ദിക്ർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അൽ മുഅ്ജിസത്തു വൽ കറാമയിൽ സംഭവമുണ്ട്. ഇനി ഞാൻ ഖുർആനിൽ നിന്ന് തെളിവ് പറഞ്ഞാൽ ദിക്ർ ചൊല്ലിയാലേ രക്ഷപ്പെടും. വേണോ? ഖുർആനിൽ തെളിവ് വേണോ എന്ന് ഞാൻ പറഞ്ഞു. അത് വേണം. ദിക്ർ ചൊല്ലിയാലേ രക്ഷപ്പെടും ഖുർആൻ. കുഴപ്പമില്ല. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه. മഹാനായ നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നീലത്തിമിംഗലത്തിന്റെ വയറ്റിൽ ആഴക്കടലിന്റെ പാരാവാരം പോലെ തിരമാല കളിക്കുന്ന കടലിന്റെ നടുവിൽ 7-ാം കടലിന്റെ ഉള്ളിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ പെട്ടി നബിയുല്ലാഹി യൂനുസ്. എവിടെയാണ്? കടലിൽ, 7-ാം കടലിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ. രക്ഷപ്പെടുവോ? കൂടി ഇല്ല. നമ്മളൊരു ഉസ്താദേ ഞാൻ രക്ഷപ്പെടത്തില്ല, അങ്ങനെ ഒരു വാക്ക് മുഅ്മിൻ പറയാനേ പാടില്ല. ഞാൻ രക്ഷപ്പെടൂല, എന്റെ അള്ളാഹു തന്ന പരീക്ഷണം, അതൊരു മുഅ്മിൻ പറയാനേ പാടില്ല. രക്ഷപ്പെടും. അതിനാണല്ലോ ഖുർആനി കഥ പറയുന്നത്. സീരിയലിൽ കാണുന്നത് പോലെയല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ഗുണപാഠത്തിനാണ് ഖുർആൻ കഥ പറയുന്നത്. അവിടെ കിടന്ന യൂനുസ് നബി തന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഇനി വരില്ലെന്ന് ഉറപ്പായപ്പോ തിരമാലകളുടെ തിമിംഗലത്തിന്റെ വയറ്റിലിരുന്ന് യൂനുസ് നബി ദിക്ർ ചൊല്ലാൻ തുടങ്ങി. സൂറത്ത് ഹൂദാണ്. ആ തിമിംഗലത്തിന്റെ വയറ്റിലിരുന്ന് 40 ദിവസം ദിക്ർ ചൊല്ലി. ആ ദിക്റാണെന്ന് ഉറക്കെ പറയില്ല. ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 40 ദിവസമായി അല്ലാഹു തിമിംഗലത്തോട് പറഞ്ഞ, തിമിംഗലമേ എന്റെ യൂനുസിനെ കൊണ്ടുപോയി വെളിയിലാക്കുക. തിമിംഗലം കടലിലേക്ക് നീന്തി വന്നു. കടൽ തീരത്തെത്തിയപ്പോ തിമിംഗലം ഛർദിച്ചു. യൂനുസ് നബി 40 ദിവസം വായുവും വെള്ളവും കടന്നതല്ലാത്ത സ്ഥലത്ത് നിന്നൊരു പോറലില്ലാതെ വെളിയിലേക്ക് വന്നു. ഇന്നും ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവ് നഗരത്തില് കടൽ തീരത്ത് ബീച്ചിൽ പോയാൽ അതിന്റെ തീരത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് യൂനുസ്. അവിടെയാണ് യൂനുസ് നബിയെ തിമിംഗലം കൊണ്ടുപോയിട്ടത്. ഇന്നും ആ ചരിത്രമുണ്ട്. ഇസ്രയേലിലെ ടെല്ലവീവിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. ടെല്ലവീവിൽ ഒരു വിശാലമായ ബീച്ചുണ്ട്. അതിന്റെ കടൽക്കരയിൽ ഇന്നും ഒരു പള്ളിയുണ്ട്. മസ്ജിദ് യൂനുസ് എന്നാണ് അതിന്റെ പേര്. അവിടെയാണ് യൂനുസ് നബിയെ തിമിംഗലം കൊണ്ടുപോയി ഛർദിച്ചിട്ടത്. യൂനുസ് നബി തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് എന്ത് ചൊല്ലി?
ഈ ദുആയുടെ പേരാണ് സർവ്വ വിഷമവും മാറ്റുന്ന ദിക്ർ. ദുആഉൽ കർബ്, ഇത് അല്ലാഹ് ഇട്ട പേരാണ്. ഫസ്തജബ്നാ ലഹു വനജയ്നാഹു മിനൽ കർബിൽ അളീം. ഏത് പ്രശ്നം ഉണ്ടായാലും ഖുർആനിൽ യൂനുസ് നബി ചൊല്ലിയ ദിക്റാണ് നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊള്ളി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൂനുസ് നബിയെ വെളിയിലാക്കി. ഇനി ഈ സംഭവം പറയുന്നത് സൂറത്ത് ഹൂദിലാണ്. ഇനി നിങ്ങൾ സൂറത്ത് സാഫാത്തിലേക്ക് വരണം. അവിടെ അള്ളാഹു പറയാണ്, തിമിംഗലത്തിന്റെ വയറ്റിൽപ്പെട്ട യൂനുസ് നബി ആ വയറ്റിൽ കിടന്നിട്ട് ഞാൻ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ് ഒരു ദിക്റും ചെല്ലാതെ നിരാശനായിട്ടിരുന്നിരുന്നെങ്കിൽ എന്തു പറ്റിയാനെ? فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. യൂനുസ് നബി ദിക്ർ ചൊല്ലാതെ അവിടെ നിരാശനായിട്ടിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നേനെ യൂനുസ് നബി. ദിക്ർ ചെയ്തത് കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. അപ്പൊ ദിക്ർ ചൊല്ലിയാലേ സൂറത്ത് സാഫാത്ത് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യബഅസ്. അതുകൊണ്ട് കൃത്യമായി ദിക്ർ ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴൊക്കെ സുബൈക്കും, ഞാൻ പറഞ്ഞ സമയം സുബൈക്കും മഗ്രിബിനും വമിനൽ ലൈലി, രാത്രിയിലും ഞാനൊരു വലിയ വജ്രായുധം നിങ്ങളുടെ കയ്യിൽ തരാം. അല്ലാഹു നമുക്ക് നമ്മുടെ വിഷയം എന്താ? പ്രതിസന്ധിയിൽ ഒന്ന് സഹകരിക്കും മനുഷ്യൻ, ഒന്ന് പുറക്കം പറയും. പ്രതിസന്ധികളിൽ തളരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മനക്കരുത്ത് അല്ലേ? ഞാൻ എന്റെ വിഷയം തീർത്തു. തളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മനക്കരുത്ത് വേണം. മനക്കരുത്ത് കിട്ടാൻ പോയി ഇങ്ങനെ ആർട്ട് ഓഫ് ലിവിംഗിൽ ഇരുന്നാലോ ചമ്രം പടിഞ്ഞിട്ട് ആളുകൾക്കൊക്കെ ഇപ്പൊ എന്താ യോഗ പഠിച്ചോ? അവിടെ പോയി 10 മിനിറ്റ് രാവിലെ ശ്വാസം മേപ്പോട്ട് എടുക്കുക, പിന്നെ അത് കീപ്പോട്ട് വന്നില്ല, തീർന്നു. അങ്ങനെ ഇരിക്കുക. പച്ച പൊട്ടന്മാരെ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. രാവിലെ ഞാനൊക്കെ വാള് കഴിഞ്ഞിട്ട് മിക്കവാറും വരിക രാവിലെ ആവും വീട്ടിലേക്ക് എത്തുമ്പോ. എറണാകുളം കൊല്ലം സ്ഥലത്തൊക്കെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൂടെ ആണും പെണ്ണും ഇങ്ങനെ ഓടണ കാണാം. 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഭർത്താവ് ഫ്രണ്ടില്, ഭർത്താവ് നല്ല ചാപ്പാടൊക്കെ തിന്ന് നല്ല കോഴി ഇവിടെ കൊണ്ടുവന്നല്ല. ഇപ്പൊ ഫുള്ളി അറേബ്യൻ കോഴിയാണ് എല്ലാവരും. ഫുള്ള് കോഴിയുടെ പേര് അറബി പേരാണ്. ചിക്കൻ അൽഫാം, ചിക്കൻ ഷവായ്, ചിക്കൻ മുഖാലഫത്തുൽ ഹവാദിസി, ചിക്കൻ ഖിയാമു ബിൻ നഫ്സ്, ഇങ്ങനെ പല സൈസ് കോഴി. ഇതൊക്കെ തിന്നിട്ട് കൊടവയറൊക്കെ ഇങ്ങനെ വീണ കൈ കെട്ടി അള്ളാഹു അക്ബർ ഇങ്ങനെ കെട്ടാൻ പറ്റും. അമ്മാതിരി വയറുമായിട്ട് ഭർത്താവ് പുറകില് നെയ്ക്കുമ്പളങ്ങാക്ക് കയ്യും കാലും വെച്ചമാതിരി ടാർബി പോലുള്ള മാതിരി ഭാര്യ പുറകെ. 2 പേര് ഓടുക. എന്താ വിഷയം? കൊളസ്ട്രോള്. ഡോക്ടർ പറഞ്ഞു ഓടാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ രാവിലെ സുബഹിക്ക് നിങ്ങൾ മുനാഫിക്കിന് ഭാരമായ നിസ്കാരമാണ്. രാവിലെ സുബഹിക്ക് നടന്ന് പള്ളിയിൽ വരണേ. ലോകത്തിലെ ഏറ്റവും വലിയ വ്യായാമം ചെയ്യണേ. ആദ്യം നീ കുറെ നേരം 90 ഡിഗ്രിയിൽ നിൽക്കുക. കുറെ കഴിയുമ്പോൾ 40, കുറെ കഴിഞ്ഞാൽ 45 ഡിഗ്രി, പിന്നെ നേരെ 90 ഡിഗ്രി, പിന്നെ നേരെ നീ 0 ഡിഗ്രിയിലേക്ക് പോവുക. പിന്നെ നീ എഴുന്നേറ്റ് 90 ഡിഗ്രിയിൽ നിൽക്കുക. ഒരല്പനേരം നിന്നിട്ട് നീ 45 ഡിഗ്രിയിലേക്ക് ചെരിയുക. നിന്റെ സിരകളിലേക്ക് രക്തപ്രവാഹം ഉണ്ടാകട്ടെ. എന്നിട്ട് നടന്ന് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. നിന്റെ ജീവിതത്തിന്റെ ആരോഗ്യത്തിനും നിന്റെ ആഖിറത്തിന്റെ വിജയത്തിനും ഇത് മുത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ്റില്ല.